ട്വിസ്റ്റ് നിറഞ്ഞ മണിക്കൂറാണ്. അതിനിടയിൽ കെ എസ് ശബരിനാഥൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ട്. അല്ലെ, വി എസ് ശിവകുമാർ വന്ന് എ കെ ആന്റണിയെ കണ്ടു. അതിന് പിന്നാലെ കെ എസ് ശബരിനാഥൻ, ജി കാർത്തികേയന്റെ മകൻ മുൻ എം.എൽ.എ. കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിറയത്തിൽ അങ്ങനെ കുറെ കൗതുകം കൂടിയുണ്ട്. ആര്യനാടായിരിക്കുന്നത് മുതൽ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ് ജി കാർത്തികേയൻ. പിന്നീട് അരുവിക്കരയായപ്പോഴും ജി കാർത്തികേയൻ അവിടെ നിന്ന് എം.എൽ.എ. ആയി. അദ്ദേഹം അന്തരിച്ചപ്പോൾ മകൻ ശബരിനാഥൻ അവിടെ മത്സരിച്ച് അവിടെ എം.എൽ.എ. ആയി. ഉപതെരഞ്ഞെടുപ്പിൽ, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എം.എൽ.എ. ആയി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര തിരിച്ചു പിടിക്കാൻ പക്ഷേ ശബരിനാഥൻ നിയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തെ നിയമത്തേക്ക് അയക്കുകയും തിരുവനന്തപുരം സെൻട്രലിലെ എം.എൽ.എ. ആയിരുന്ന വി എസ് ശിവകുമാറിനെ അരുവിക്കരയ്ക്ക് അയക്കുകയാണ് ചെയ്തത്. ഇത് ഒരുപാട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ബാധകമാകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതൊക്കെ എങ്ങനെ കലാശിക്കും എന്നുള്ളത് എന്തായാലും നമുക്ക് മെയ് 4-ാം തീയതി അറിയാൻ പറ്റും. തിരുവനന്തപുരം ജില്ലയിൽ പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈ, സാധാരണ ഇല്ലാത്ത തരത്തിൽ മേൽക്കൈ ഉണ്ടായതാണ്. 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ആകെ കോവളം, വിൻസെന്റിലുള്ള കോവളം മാത്രമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന് ഒപ്പം 14-ൽ 13 തോറ്റിടത്താണ് ഈ മത്സരം നടക്കാൻ പോകുന്നത്. തോറ്റിടത്തെ ഇക്വേഷൻ എങ്ങനെ ജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ആലോചനകളുടെ ഒടുവിലെത്തിയ കോമ്പിനേഷനാണ് നമ്മൾ കാണുന്നത്. കെ എസ് ശബരിനാഥൻ നേമത്ത്, അവിടെ നമുക്കറിയാം ശശി തരൂർ ലോക്സഭയിലേക്ക് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും അവിടെ മുന്നിലെത്താൻ കഴിഞ്ഞിട്ടില്ല. കെ മുരളീധരൻ, കരുത്തനായ സ്ഥാനാർത്ഥി കെ മുരളീധരൻ എത്തിയിട്ടും മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഇപ്പോൾ കെ എസ് ശബരിനാഥനെ പരീക്ഷിക്കാൻ പോകുന്നത്. അതിനൊപ്പം വി എസ് ശിവകുമാറിനെ അരുവിക്കരയും പരീക്ഷിക്കാൻ പോകുന്നു. ശിവകുമാറുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ ഉണ്ടായത്, വിജിലൻസ് കേസൊക്കെ, അഴിമതി ആരോപണമേത്ത വിജിലൻസ് കേസ്, അത് ഇപ്പോൾ ക്ലിയർ ചെയ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് നേരത്തെ എ കെ ആന്റണി സംസാരിച്ചത്. മികച്ച മന്ത്രിയായിരുന്നു, മികച്ച MLA ആയിരുന്നു, അതുകൊണ്ട് വിജയിപ്പിക്കണം എന്ന അഭ്യർത്ഥന എ കെ ആന്റണിയും മുന്നോട്ട് വെച്ച് എ കെ ആന്റണി ഒരു രക്ഷാദൗത്യത്തിന് നേരിട്ടിറങ്ങുന്നു എന്ന് നമ്മളിപ്പോൾ പറയേണ്ടി വരും. തിരുവനന്തപുരം ജയിച്ചില്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ പല നേതാക്കൾക്ക് സംശയമുണ്ട്. അവിടെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ എ കെ ആന്റണി ഇറങ്ങുന്നത്. 6 സീറ്റെങ്കിലും തിരുവനന്തപുരത്ത് ജയിക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ, UDFന് ജയിക്കാൻ എ കെ ആന്റണി പല ഘട്ടത്തിലും, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്ന ഘട്ടത്തിൽ, കേന്ദ്ര രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അവസാനം തെരഞ്ഞെടുപ്പിന്റെ അവസാനം ഓർത്തൊരു കാര്യം കൂടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ അത്ര വിസിബിലിറ്റി ഉള്ള നേതാവല്ല, ഞാനിപ്പോൾ അങ്ങനെ സജീവമായി ഇടപെടുന്നില്ല. ഈ വിസിബിലിറ്റി എന്ന വാക്ക് കോൺഗ്രസിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി കിടന്ന് കറങ്ങുന്നുണ്ട്. ചില ആളുകളെ വയ്ക്കുമ്പോൾ വളരെ വിസിബിളായ നേതാവാണ്, ഇയാളെ അവിടെ ക്യാൻഡിഡേറ്റ് ആക്കാം. ചിലരെ വയ്ക്കാൻ നേരത്ത് പറയുന്നൊരു വാചകമാണ്, ആ മണ്ഡലത്തിൽ അത്ര വിസിബിൾ അല്ല. ഈ വാചകം കഴിഞ്ഞ കുറേ ദിവസമായി കിടന്ന് കറങ്ങുകയാണ്. അതിൻ്റെ വലിയ പുതിയ അപ്ഡേറ്റ്, ഇപ്പോൾ പഴയ നേതാവാണെങ്കിൽ അതിന് പുതിയ അപ്ഡേറ്റ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒന്ന് കുത്തി പറഞ്ഞായിരിക്കാം, ഞാനിപ്പോൾ അത്ര വിസിബിലിറ്റി ഉള്ള നേതാവല്ല എന്ന് പറഞ്ഞതിന് കോൺഗ്രസിൽ രാഷ്ട്രീയമായ അർത്ഥമുണ്ട്. വിസിബിളായ നേതാക്കളെ വിസിബിലിറ്റി ഇല്ലാത്തവരാക്കുന്ന നിലയിലുള്ള ചർച്ചകൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ട്. എ കെ ആന്റണിയാണ് ഇപ്പോൾ ഈ നിമിഷം കോൺഗ്രസിലെ പ്രതിസന്ധി ഒരു വേള ഈ തരത്തിലെങ്കിലും പരിഹരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നു. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, ഈ 140 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സീറ്റ് കിട്ടിയാൽ മാത്രം പോരല്ലോ, ജയിക്കണ്ടേ? സീറ്റ് കിട്ടുന്നത് കൊണ്ടെല്ലാം ആവുന്നില്ല, ജയിക്കണം, ജയിച്ച് MLA ആവണം, പറ്റിയാൽ മന്ത്രിയാവണം. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ കെ സുധാകരനെ പോലത്തെ ഒരു നേതാവ് കലാപക്കൊടി ഉയർത്തിയാൽ അത് കോൺഗ്രസിന്റെ വിജയ സാധ്യതകൾ തന്നെ ബാധിച്ചേക്കാം. ഇന്ന് 12 മണിക്ക് കെ സുധാകരന്റെ വാർത്താ സമ്മേളനം പഴയ പടി ഉണ്ടായിരുന്നെങ്കിൽ അമൽ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇന്ന് തീരുമാനിച്ച ഘട്ടമാകുമായിരുന്നു. എന്തുകൊണ്ട് എ കെ ആന്റണിക്ക് ഇടപെടേണ്ടി വന്നു? എന്തുകൊണ്ട് കേരളത്തിലെ എ കെ ആന്റണിയുടെ ഭാഷയിലെ ഔദ്യോഗിക നേതാക്കൾ, പാർട്ടിയുടെ ഔദ്യോഗിക നേതാക്കൾ ഇത്ര വലിയ ക്രൈസിസ് വന്നിട്ടും മണ്ഡലങ്ങളിലേക്ക് പോവാമെന്ന സമീപനം സ്വീകരിച്ചത് എന്തുകൊണ്ടായിരിക്കും? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം, പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഹൈക്കമാൻഡ് എന്നുള്ള നിലയിലേക്ക് അങ്ങ് മാറി. അപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ കെ സി വേണുഗോപാലിനും വി ഡി സതീശനും ഒക്കെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിൽ പോലും നിർണായക സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളായി മാറിക്കഴിഞ്ഞിരുന്നു. അതാണ് ചർച്ചകളിൽ ഡൽഹിയിൽ കണ്ടത്. പക്ഷേ ഈ പട്ടിക പരിശോധിച്ചാൽ കെ സി വേണുഗോപാൽ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക നോക്കുകയാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു പരിഗണന ലഭിച്ചിട്ടുണ്ട്. ഇടുക്കി മാത്രം പറഞ്ഞു പോയാൽ ഇടുക്കിയിൽ റോയ് കെ പോലും സ്ഥാനാർത്ഥിയായി എത്തുന്നു. സേനാപതി വേണു ഉടുമ്പൻചോലയിൽ സ്ഥാനാർത്ഥിയായി ഏകദേശം തീരുമാനിക്കപ്പെടുന്നു. ദേവികുളത്തും കെ സി വേണുഗോപാലിൻ്റെ ഒരു നിശ്ചിത പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി എത്തുക, അങ്ങനെ പിന്തുണയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. എഫ് രാജ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കെ സി വേണുഗോപാലിൻ്റെ സ്വാധീനം എല്ലാ മേഖലകളിലും എല്ലാ ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ് എന്ന് തോന്നുന്നു. നമുക്കൊന്നും ഇനി ആ കാര്യങ്ങളിൽ കൂടുതൽ റോളില്ല. ഇവരെല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റ് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന സമയത്ത് കെ സുധാകരൻ
ഒരു ചെക്ക് വയ്ക്കുന്നു പാർട്ടിക്ക് മുന്നിലേക്ക്, താൻ പാർട്ടി വിടാൻ പോവുകയാണ് എന്ന്. സ്വാഭാവികമായും ആ വിഷയത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇടപെടുന്നു. ഏറ്റവും ഒടുവിൽ AK ആന്റണിയുടെ അപ്രതീക്ഷിത എൻട്രി ഉണ്ടാകുന്നു. AK ആന്റണി ആ വിഷയത്തിൽ ഇടപെടുന്നു. കെ സുധാകരന്റെ തീരുമാനം പിൻവലിക്കുന്നു. കെ സുധാകരൻ കൈപ്പത്തി ചിഹ്നത്തിൽ കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. അതിനാൽ തന്നെ അധികം വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിനുശേഷം അടൂർ പ്രകാശൊക്കെ നടത്തുന്ന ഈ നീക്കം എത്രത്തോളം ഫലം കാണും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അടൂർ പ്രകാശിന് സീറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. നേരത്തെ അഭിലാഷ് ചോദിച്ചതുപോലെ സീറ്റ് കിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ പൊതുജനത്തിന് മുന്നിൽ ഇങ്ങനെ വഷളാകുന്നത്? സാധാരണ കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ പൊതുജനത്തിന് മുന്നിൽ വഷളാക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പ് വന്നാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികൾ എന്നായിരുന്നു ഏറ്റവും ഒടുവിലത്തെ പ്രോമിസ്. ആദ്യം നമുക്കറിയാം അമലെ, പുതുയുഗയാത്രയുടെ തുടക്കത്തിൽ, പുതുയുഗയാത്രയുടെ മധ്യത്തിൽ, പുതുയുഗയാത്രയുടെ സമാപനത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 24 മണിക്കൂർ എന്നുള്ളതായി. മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോവാണ്. നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന മിനിറ്റിന് മുമ്പെങ്കിലും സ്ഥാനാർത്ഥികൾ പൂർണ്ണമാവണമല്ലോ. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ VD യുടെ പ്രതികരണമാണ്. എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല.